നാടൻ സ്റ്റൈലിൽ നല്ലൊരു മീൻകറി ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ഒന്ന് സേവ് ചെയ്ത് വെച്ചോട്ടാ. ഓൾറെഡി കമലിലൂടെ ഒരാൾ ഫിഷ് കറിൻ്റെ റെസിപ്പിയും ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. സോ ലെറ്റ്സ് കുക്ക്. ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ആ ഒരു റോസ് സ്മെല്ലും കളറും ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അരപ്പിന് ആവശ്യമായിട്ട് തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മീഡിയം സൈസ് തക്കാളിയും പിന്നെ നേരത്തെ റോസ്റ്റ് ആക്കിയിട്ടുള്ള പൊടികളും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നല്ല അങ്ങോട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. വെള്ളം ഈ തേങ്ങനേക്കാളും കുറച്ച് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതലായ കറിക്ക് അങ്ങനെ തിക്നെസ് ഉണ്ടാവില്ല. ഇനി ഒരു പീസ് കുടമ്പുളിയും കുറച്ച് കറിവേപ്പില ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ചെറിയുള്ളി എൻ്റെ കയ്യിൽ അധികം ഇല്ലാത്ത കാരണമായിട്ട് ഞാനൊരു പീസ് സവാള ഇട്ടത്. സവാളേൻ്റെ പകരം ചെറിയുള്ളി മാത്രം ഇട്ടാൽ മതിയെ. ഡീറ്റെയിൽഡ് ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പിൻ്റെ റോ ടേസ്റ്റ് മാറുമ്പോൾ ഫിഷ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഫിഷ് ഇട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് താളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുള്ള ചെറുള്ളി ഇട്ട് കൊടുത്ത് അതൊരു ബ്രൗൺ കളർ ആകുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ കറിയിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഈ താളിച്ചതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഈ കറിയിൽ നല്ല അങ്ങോട്ട് സെറ്റാവും. പിന്നെ നമുക്കറിയാമല്ലോ ഫിഷ് കറിയൊക്കെ നല്ല ടേസ്റ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ഫിഷും ആവണം. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് ഈ ഫിഷും കറിയൊക്കെ നല്ല അങ്ങോട്ട് സെറ്റാവുക. അപ്പോൾ ഈ ഒരു ഫിഷ് കറി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.